ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതിൻ്റെ ഒരു ഫ്ലോയിലാണ്. ഇപ്പം നമ്മൾ അപർണയെ കൊണ്ടുവന്നിട്ടുണ്ട് ഗസ്റ്റ് ആയിട്ട്. താങ്ക് യു ഫോർ കമ്മിങ്. ഭയങ്കര പാടായിരുന്നു. മടിച്ച് അവർക്കറിയാരോ മടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ 1 വർഷമായ സ്ഥിതിക്ക് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന ഒരു സാധനത്തിനോട്. എങ്ങനെ ഒരു ഉത്തമ കപ്പിൾ, നമ്മൾ കപ്പിൾസിന്റെ ഇടയിൽ ചീറ്റിംഗ് കണ്ടുപിടിക്കണം. എനിക്കെന്ത് ഞാൻ പറയാം, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറെ ഒരു തൊലിഞ്ഞ സൈറ്റ് തരും. മറ്റേ ഇതുപോലെ ഞാൻ പേരൊന്നും പറഞ്ഞില്ല, കാരണം അവർ കോപ്പറേറ്റ് സ്ട്രൈക്ക് തരും. അപ്പൊ അങ്ങനെ സൈറ്റ് തരുമ്പോൾ അതിന്റെ അകത്ത് 10 പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ കാണും. ഇവര് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എക്സ്പേർട്ട് ഒപ്പീനിയൻ ആണ് എന്ന് വിചാരിക്കണ്ട. ഗൂഗിൾ മോസ്റ്റ് ട്രസ്റ്റഡ് സോഴ്സ് ആണ്. അപ്പൊ അതിൽ നിന്നുള്ള നമ്മളൊരു 10 പോയിന്റ്സ് എടുത്തിട്ട് നമ്മൾ അതിനെ കുറിച്ച് വിശകലനം ചെയ്യാം. സോ ഇത് നിങ്ങളുടെ പങ്കാളികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം. നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണോ? കപ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾ ഉറങ്ങുമ്പോൾ അവർ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് അൺലോക്ക് ചെയ്ത് ചാറ്റുകൾ വായിച്ചാൽ അവർക്ക് നിങ്ങളിലെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ്. ഫിംഗർ പ്രിന്റ് അല്ല, ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവന്റെ ഫോണിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഉറങ്ങിയപ്പോ നീ ഫിംഗർ പ്രിന്റും കൊണ്ട് വന്നല്ലോ, എന്റെ കൈ ഇങ്ങനെ പൊക്കുന്നത് കണ്ടത്. നിന്റെ ഫോൺ എന്ത് ചെയ്യാ, അതില് ഫിംഗർ പ്രിന്റ് ഉണ്ടെന്ന് ആദ്യം പറ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഇത് എന്തോ പഴയ സാധനമാണ്, കാരണം ഇപ്പൊ ആരും ഫിംഗർ പ്രിന്റ് ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഉറങ്ങുമ്പോ ഫേസ് ലോക്ക് ഇട്ട് ഇങ്ങനെ തുറപ്പിച്ചിട്ട്, പക്ഷെ കണ്ണ് തുറന്നിരുന്നാലേ ഫേസ് ലോക്ക് വർക്ക് ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്ന് യൂസ് ചെയ്ത് തുറന്ന് കേറിയിട്ട് ഇവന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ അയക്കുക, ഇവന്റെ ചാറ്റിൽ നിന്ന് അപർണയെ നീ നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് മെസ്സേജ് അയക്കുക, എന്നൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതിന്റെ മെസ്സേജ് അപ്പൊ ഇത് വാലിഡ് പോയിന്റ് അല്ല, ഇത് ക്യാൻസൽ ആകുന്നു. അടുത്തത്, ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളുകളെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുകയും അവർക്ക് അങ്ങോട്ട് കയറി മെസ്സേജ് അയച്ചാലോ അവർ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ തയ്യാറായി കാണും. എടി നീ ചീറ്റ് ചെയ്യുമല്ലേടി അങ്ങോട്ട് മെസ്സേജ് അയച്ച്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഓപ്പോസിറ്റ് ജെൻഡറുള്ള ഇപ്പൊ ആരുമാണല്ലോ, അല്ല നമ്മുടെ കൂട്ടുകാരാകാം, അതൊക്കെ വെറുതെ. അപ്പൊ ഞാൻ അന്തർമുഖനായതുകൊണ്ട് ഞാൻ മെസ്സേജ് അയക്കാറില്ല. ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ റിപ്ലൈ തരും. ഇവിടെ അന്തർമുഖിയാണ്. നീ അന്തർമുഖിയാണ്. എന്തോ ഈ അന്തർമുഖി എന്ന് വെച്ചാ ഇന്നലെ ഒരുത്തൻ പറഞ്ഞു ചേട്ടൻ അന്തർമുഖനാണല്ലേ ഒരുത്തൻ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ അങ്ങോട്ട് കയറി മെസ്സേജ്, എന്നാലും നിങ്ങള് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പോഡ്കാസ്റ്റിൽ വരാനായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അങ്ങോട്ട് കയറി. മറ്റൊരു വ്യക്തിയെ ഉമ്മ വെച്ചാലോ, അവരെ തൊട്ടൊരുമി സംസാരിച്ചാലോ അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ്. അല്ല, ഇത് ഇവര് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഈ സൈറ്റുകാര് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇത് പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ കേട്ടോ. മറ്റൊരു വ്യക്തി ഉമ്മ വെച്ചാൽ ചീറ്റിംഗ് ആണ്. ഓക്കെ, സോ അത് തേർഡാണ്. അടുത്തത് ഫോർത്ത്. കമ്മിറ്റഡ് ആയിരിക്കുമ്പോൾ തന്നെ താൻ സിംഗിൾ ആണെന്ന് പറഞ്ഞു കമ്മിറ്റഡ് ആയിരിക്കുമ്പോൾ തന്നെ താൻ സിംഗിൾ ആണെന്ന് പറഞ്ഞു നീ എങ്ങനെ നടന്നാ അവരുടെ എന്നോട് 10,000 പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെ പറയല്ലേ നിനക്ക്, ഞാനില്ല. അങ്ങനല്ല, നമ്മുടെ പിള്ളേരെ അവർക്ക് ധൈര്യം കൊടുക്കട്ടെ. അത് ഞാൻ പറഞ്ഞ് നടക്കുന്ന ഇവർക്കറിയാം. ഇപ്പൊ മെസ്സേജ് അയക്കണം, ചേട്ടാ അങ്ങനെ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ പാർട്ണറെ ചീറ്റ് ചെയ്യുകയല്ലെന്ന്. അതെ, ഇത് ഗൂഗിൾ എഴുതിയതല്ല. ഇവൻ സിഗ്മയാണെന്ന് പറഞ്ഞ് പറ്റിച്ച ഏതോ കുട്ടി എഴുതിയിട്ട് ഞാനെങ്ങാനും കണ്ട ചീറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ. ഞാൻ ഇതിലൊരു ചേഞ്ച് വരുന്നത്, നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാമുകി അറിയാണ്ട് നിങ്ങൾ സിംഗിൾ ആന്ന് പറഞ്ഞ് നടന്നാൽ നിങ്ങൾ ചീറ്റ് ചെയ്യണം. ഓക്കെ, ക്ലോസ്ഡ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പെൺ സുഹൃത്തുക്കളുടെ പേരുകൾ ആൺ സുഹൃത്തുക്കളുടെ പേര് ശരിയാട്ടാ സേവ് ചെയ്യുന്നത് ചീറ്റിംഗിന്റെ ആദ്യപടിയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞൊന്നും ആദ്യപടിയല്ല, ഇവിടാണ് ആദ്യപടി. ഉമ്മ വെച്ചാലും ഇതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? പേര് സുഹൃത്തുക്കളുടെ ആയിട്ട് നിങ്ങളുടെ പാർട്ണർ സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം എന്തിനാണ് സേവ് ചെയ്തിട്ടേക്കുന്നത്. ചിലപ്പോ എന്തെങ്കിലും ആവശ്യം അപ്പൊ അത് വേണ്ട. അത് നിങ്ങൾ ഇന്ന് പോയി ആദ്യപടിയല്ല, മുന്നേ പറഞ്ഞതും പടികളാണ്. പക്ഷെ ഇതും ഒരു ആദ്യപടിയാണ്. അടുത്തത്, പെൺകുട്ടികളുടെ ഫോട്ടോയുടെ അടിയിൽ കമന്റ് ഇടുന്നത്.
ഞാനിടാറുണ്ടല്ലോ പെൺകുട്ടികളുടെ ഫോട്ടോ. ഈ ആൺകുട്ടികളുടെ അല്ല, അതിനൊക്കെ ഇപ്പൊ എന്താ? അതിന് കുഴപ്പമുണ്ട്. അതായത് സ്വന്തം ഭാര്യയുടെയും കാമുകിയുടെയും ഫോട്ടോയിലൊന്നും കമന്റ് ഇടാൻ സമയമില്ല, പക്ഷെ കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ ഇടാനുള്ള സമയമുണ്ട്. ദാറ്റ് ഈസ് ബാഡ്. അല്ല, അത് അങ്ങനെ ഇടുന്നത് എനിക്കറിയത്തില്ല. എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ ഇടുന്നതിനെ പറ്റി. ഞാൻ ആണുങ്ങളുടെ ഫോട്ടോയുടെ അടി പോയിട്ട് വാവ് ഹോട്ട് ഇട്ടോ, നിനക്കത് ഫോട്ടോ ആയിട്ട് തോന്നിട്ടുണ്ടെന്നല്ലേ? ഞാൻ ഇടും. ഞാൻ ഇടത്തില്ല, ഞാൻ ഇട്ടിട്ടില്ല. പക്ഷെ അത് അല്ല, എന്തിനാ കമന്റ് ഇടുന്നത്? ഇവർക്ക് മെസ്സേജ് അയച്ചാ പോരെ? കമന്റ് ഇട്ട നാട്ടുകാർ മൊത്തം കാണത്തില്ല. ഞാൻ പറഞ്ഞു, ഇത് കമന്റ് ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇടാണ്ട്, കാരണം നാട്ടുകാർ മൊത്തം കാണുമല്ലേ. കുറെ മറ്റേ ഈ ഹിന്ദിക്കാരും അവരൊക്കെ ഇടാറില്ലേ? യുവമാർക്കൊക്കെ ഇത് മെസ്സേജ് ആയിട്ട് അയച്ചാ പോരെ? എന്തിനാ ഇത്? അത് ഞാൻ പറഞ്ഞു, നിങ്ങളപ്പം അവര് കുറച്ച് ഓപ്പൺലി ലവ് കൊടുക്കുന്നവരാണ്. ഓക്കെ, അടുത്തത്. എന്ത് കാര്യങ്ങൾക്കും ബെസ്റ്റിയോട് അഭിപ്രായം ചോദിക്കുന്നത്? My best friend is Arjun, so I will ask. സോ ഗൈസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കാമുകയുടെ ജീവിതത്തിൽ ബെസ്റ്റ് ഉണ്ടെങ്കിൽ അവനാണ് പ്രശ്നം. നിങ്ങൾ പിരിയാൻ കയറത്ത് അവൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. തോളിന് വേണ്ടി. അതെ, തോള് കൊടുക്കുന്നവരുണ്ട് ഈ ലോകത്ത്. തോള് കൊടുക്കുന്നവർ പെണ്ണുങ്ങളും ഉണ്ട്. അതെ, അപ്പം ബെസ്റ്റിയോട് അഭിപ്രായം ചോദിക്കുന്ന ആദ്യം ചോദിക്കണം, എന്തിനാണ് ഈ ബെസ്റ്റിയോട് അഭിപ്രായം ചോദിക്കുന്നത്? എന്തിനാണ് ചോദിക്കുന്നത്? നീ ചോദിക്കല്ലേ ബെസ്റ്റിയോട് അഭിപ്രായം. അങ്ങനെ നിങ്ങൾ ഇന്ന് തന്നെ പോയി ചോദിക്കണം. കാരണം അത് ഭയങ്കര ശോകമാണ് നിങ്ങളുടെ പാർട്ട്ണറിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ, എനിക്കിഷ്ടമല്ല ആ ഒരു സംവിധാനത്തിനോട്. ഓക്കെ, അടുത്തത്. നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പരിഭ്രമപ്പെട്ട് മാറ്റുന്നെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കാൻ. ഇതെനിക്ക് ഇച്ചിരി ഇതുണ്ട്. അറിയോ, ഫോണും ലാപ്ടോപ്പും മാറ്റും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ വില കൂടിയ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് ഞാൻ കാണാതിരിക്കാൻ വേണ്ടി. ഞാൻ വില കൂടിയ സാധനങ്ങൾ എന്തിനാ ഇനി പേഴ്സ് വാങ്ങിക്കുന്നത്? ഇനി എന്തിനാ കീപാഡ് ഫോൺ? ഒരെണ്ണം ഉണ്ടല്ലോ പറയേണ്ട അവസ്ഥ. ഇനി എന്തിനാ വാച്ച് വാങ്ങിക്കുന്നത്? പക്ഷെ അത് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഞാനല്ലാണ്ട് വേറെ ആരെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇച്ചിരി വിഷയമാണ്. അപ്പം അത് അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് പറയുന്നത് സൗണ്ട് മോഡുലേഷൻ. ഒരു 1000 പേർക്കൊക്കെ മെസ്സേജ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, അടുത്തത്. ഫോൺ എപ്പോഴും കമഴ്ത്തി വെക്കുന്നത്. അതിനെന്താ? അത് ഇത് എഴുതിയ ആളുടെ ഭാര്യ അല്ലെങ്കിൽ പാർട്ട്ണർ കമഴ്ത്തി വെച്ചായിരിക്കും നിന്നിരുന്നത്, അതുകൊണ്ടായിരിക്കും. അടുത്തത്. ബ്രൗസിംഗ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്നത്. ബ്രെഡിന്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്നത്. ബ്രൗസിംഗ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത പല കാരണങ്ങളുണ്ട്. ഒരു കാരണം കൊണ്ട് ആൾക്കാർ ബ്രൗസിംഗ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാറുള്ളൂ. അത് ചീറ്റിംഗ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റും. അല്ല, അത് ചീറ്റിംഗ് ആയിട്ട് കണക്ക് കൂട്ടണം. എന്തിന്? അത് കാരണം ഒരു കാര്യം മാത്രമല്ലല്ലോ, വേറെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്കിലെ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത കുഴപ്പമില്ല, ബ്രൗസിംഗ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത കുഴപ്പം. എനിക്കൊരു കുഴപ്പം പറയാൻ പറ്റത്തില്ല. ഇപ്പം ചീറ്റ് ചെയ്യുന്ന ആളുമായിട്ട് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നത് ബ്രൗസിംഗ് ഹിസ്റ്ററി കയറിയിട്ടാ തപ്പുന്നെങ്കിലോ? അപ്പൊ നീ എന്നെ പിടിച്ചു കഴിയുമ്പോ ഞാൻ പറഞ്ഞതാ, ഞാൻ പറയാണ് എനിക്ക് ഭാര്യയായിട്ട് നിന്നായിട്ട് പോകാൻ സ്ഥലം നോക്കിയാന്ന് പറഞ്ഞ എന്താ? അർജുൻ എന്തായാലും ഞാനേ പ്ലാനിങ് ചെയ്യുള്ളൂ, അതുകൊണ്ട് നമ്മുടെ കേസിൽ അത് ബാധകമല്ല. നോട്ട് ഇറ്റ്. എല്ലാം ഭാര്യയെ കൊണ്ട് പ്ലാൻ ചെയ്യിക്കുക. ഹിസ്റ്ററി ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മണ്ടന്മാരാണ്. അതിന്റെ ഇൻകോഗ്നിറ്റോ മോഡെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് ഇട്ടങ്ങ് ചെയ്താൽ മതിയാണ്. ഇതൊക്കെ നീ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് ചീറ്റ് ചെയ്യാൻ ബുദ്ധി ഉണ്ടെന്നാണോ? ഞാൻ പറഞ്ഞാണ് നിങ്ങളോട്. ഓക്കെ, injurious to health. അതെ, ചീറ്റിംഗ് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ. അതെ, അപ്പം ഇതാണ് നമ്മുടെ ചെറിയ ഇന്നത്തെ വീഡിയോ. ഈ 10 തിങ്സ് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ കാമുകനോ ചെയ്യുന്നുണ്ടോ നോക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ്. ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കമ്മിറ്റഡ് ആയിരിക്കുമ്പോൾ തന്നെ സിംഗിൾ ആണെന്ന് പറഞ്ഞു നടക്കാം. ആരങ്ങനെയൊക്കെ പറയുന്നത്?